ഹായ് ഗായ്സ്, ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സെലിബ്രേഷൻ ദിവസമാണ്. നമ്മളുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന ഒരു കേരളത്തിൻ്റെ മഹത്വമേറിയ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന ഒരു സുദിനം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഒരു സിനിമയുടെ അപ്ഡേറ്റും കൂടി നമുക്കിതിൽ പറയാനുണ്ട്. ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതനായി ഒരു പരമന ഗണതന്ത്ര രാജ്യമായതിൽ ഓർമ്മക്കായി ജനുവരി 26 ആഘോഷിക്കുന്നതാണ് റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന ഈ ഒരു ദിവസം. അപ്പോൾ എല്ലാവരും ആഘോഷിക്കുന്ന ഈ നിറവിൽ നമ്മളും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നതാണ് നമുക്കും പറയാനുള്ളത്. ഈ ഒരു റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന ആഘോഷം ഇന്ത്യ മൊത്താകെ ആഘോഷിക്കുന്ന ഒരു ദിവസവുമായതുകൊണ്ട് 26 ജനുവരി സൺഡേ 2025 റിപ്പബ്ലിക് ഡേക്ക് നമ്മളും പങ്കുചേർന്നിരിക്കും. അപ്പോൾ പല സ്ഥലത്തും പല ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ റിപ്പബ്ലിക് ഡേയിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് കാണണ്ടേ? ഒരു സിനിമ ന്യൂസ് അപ്ഡേറ്റ് തന്നെയാണ് നമ്മളും പറയാൻ പോകുന്നത്. വിജയ്യുടെ 69ാം ചിത്രമായ 69ന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റർ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ്. ദളപതി വിജയ് എ ലാസ്റ്റ് ഫിലിമാണിത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതറിയാവുന്ന നമുക്കും ഒരു റിയാക്ഷൻ എന്ന നിലയിൽ ഈ ഫസ്റ്റ് ലുക്ക് ദളപതി വിജയുടെ അവസാന ചിത്രം 30 ദളപതി 69 എന്നറിയപ്പെടുന്ന ദളപതിയുടെ വിജയത്തിന് വരാനിരിക്കുന്ന ചിത്രത്തിന് ഇപ്പോൾ ഔദ്യോഗിക തലക്കെട്ടുണ്ട്. ആ തലക്കെട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ദളപതി ആരാധകർക്ക് സന്തോഷ വാർത്ത. മുമ്പ് ദളപതി 69 എന്നറിയപ്പെടുന്ന തമിഴ് സൂപ്പർ സ്റ്റാർ വിജയുടെ ആദ്യാന്തിക ചിത്രത്തിന് ഇപ്പോൾ ഔദ്യോഗിക തലക്കെട്ടുണ്ട്. പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന് അവസാന പദ്ധതിയായി അടയാളപ്പെടുത്തുന്ന ചിത്രത്തിന് ജനനായകൻ എന്നാണ് പേര്. ആ പോസ്റ്റർ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. ജനനായകൻ എന്ന പേരാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടതുപോലെ നിങ്ങളിലേക്കും ആ പോസ്റ്റർ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ചിത്രത്തിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ ഇക്കാര്യം അറിയിച്ചത്. ഞായറാഴ്ച എക്സിൽ വിജയ് തന്നെയാണ് ആവശ്യകരമായ പ്രഖ്യാപനം പങ്കുവച്ചത്. റിപ്പബ്ലിക് ദിനം പേര് വെളിപ്പെടുത്തുമെന്നും ചിത്രത്തിൽ ഔദ്യോഗിക പ്രൊഡക്ഷൻ ഹൌസായ KVN പ്രൊഡക്ഷൻസ് വെള്ളിയാഴ്ച നേരത്തെ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ അറിയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ റിപ്പബ്ലിക് ഡേ ദിനത്തിൽ, അതായത് ഇന്ന് 26-ാം തീയതി ഈ മൂവിയുടെ അപ്ഡേറ്റ് പോസ്റ്റ് പുറത്തുവിടുമെന്നത് മുന്നറിയിപ്പോടെയാണ് ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആരാധകർ ആകാംക്ഷയോടെ അതിൻ്റെ ഒരു കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നു. യെസ്, എന്തുകൊണ്ട് വിജയുടെ അവസാനത്തെ സിനിമ ജനങ്ങൾക്ക് ആ ഒരു സിനിമ വിജയ് ദളപതിയുടെ ലാസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയുടെ
പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വിജയുടെ 69ാമത്തെ സിനിമ ഗംഭീരമാകണമെന്ന് തന്നെയാണ് പ്രേക്ഷകരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്, സോഷ്യൽ ഉത്തരവാദിത്തമാണ്. ഇതിൽ നിന്ന് ഒഴിയാനോ ഇതിൽ നിന്ന് മാറാനോ നമുക്കോ നമ്മളെ വിശ്വസിപ്പിക്കുന്നവരെയോ മാറ്റി നിർത്താനാവില്ല. ഇത് ഒരു സെലിബ്രിറ്റി എന്ന വിജയുടെ ജീവിതത്തിന്റെ അവസാനത്തെ അധ്യായമാണ്. ആ അധ്യായത്തിൽ ഇത്രയും വലിയ ആഘോഷ നിറവിൽ റിപ്പബ്ലിക് ഡേ രാജ്യമെമ്പാടും കാണികളായി നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആവേശത്തിന്റെ നിറവിൽ തന്നെ അത് പ്രഖ്യാപിക്കുന്നതും നല്ലൊരു പടമായതുകൊണ്ട് തന്നെയായിരിക്കാം ഇതിന്റെ അഭിപ്രായം നിർദ്ദേശിച്ചത്. ലോകമെമ്പാടും എല്ലാവരും വിജയ് ഫാൻസ്, ഞാനും ഒരു വിജയ് ഫാൻസ് തന്നെയാണ്. കുട്ടിക്കാലത്തെ വിജയുടെ പടങ്ങളെല്ലാം കണ്ട് വിജയുടെ ഫാൻ ആയത് തന്നെയാണ് എന്നെപ്പോലുള്ള ഓരോ പ്രേക്ഷകരും. അപ്പോൾ വിജയുടെ ഈ അവസാനത്തെ ചിത്രം എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു റിയാലിറ്റി വിജയുടെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ വിജയ് നായകനായി ജനനായകനായി മാറാൻ പോകുന്ന ഈ ജനനായകൻ എന്ന സിനിമയിലൂടെ ഒരു മോസ്റ്റ് വെൽക്കം വിജയ്ക്കുണ്ടായി. അത് സമർപ്പിക്കുകയാണ് ജനങ്ങൾ. കാരണം രാഷ്ട്രീയം എന്നത് പൊളിറ്റിക്സ് അത്ര നിസ്സാരമായ ഒരു കാഴ്ചവെപ്പല്ല. ഇത്രയും ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ഇത്രയും ജനങ്ങളുടെ മനസ്സിൽ കയറുകയും ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്സ് ചിന്താഗതി ഒരു രാഷ്ട്രീയത്തിൽ കയറുന്നവർക്ക് ഉണ്ടാവണമെന്നത് പൊതുവിജ്ഞാനമാണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സാമൂഹിക സേവനമെന്നാണ്, സോഷ്യൽ സർവീസ്. അത് ഏത് കാറ്റഗറിയിലെടുത്താൽ അത് നമ്മൾ ചെയ്തില്ല എങ്കിൽ പൊളിറ്റിക്സ് എന്ന അർത്ഥത്തിന് ഒരു വിലയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിജയ് അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. പൊളിറ്റിക്സിനോട് വളരെ കൂറും കടപ്പാടുമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മുമ്പും തോന്നിയിരുന്നു. വിജയുടെ സിനിമയിലെല്ലാം ഒരു പൊളിറ്റിക്സ് വൈബുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ് എന്ന നടന് റിയാലിറ്റിയിൽ ഒരു പൊളിറ്റീഷ്യൻസ് ആകാൻ, ഒരു രാഷ്ട്രീയക്കാരനാകാൻ സാധ്യത വരുന്നു എന്നത് ഒരു മുന്നറിയിപ്പായിരുന്നു. അതുകൊണ്ടാണ് ചില സിനിമകൾ ഫ്ലോപ്പായി പോകുന്നത്. രാഷ്ട്രീയ സിനിമകളെ വെൽക്കം ചെയ്യുന്നെങ്കിൽ രാഷ്ട്രീയ സിനിമകളായിരിക്കും വിജയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ. വിജയ് ഒരു കർഷകരെ സ്നേഹിക്കുന്ന മനസ്സാണ്. ആ മനസ്സുകൊണ്ട് തന്നെ വിജയുടെ ഈ അവസാനത്തെ സിനിമ അവർക്ക് വേണ്ടി തന്നെയായിരിക്കും വിജയ് ചെയ്യുന്നുണ്ടാകുക. വിജയുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങ് തമിഴ്നാട്ട് തൊട്ട് വേൾഡ് വൈഡ് വരെ ഫാൻസാണ് വിജയ്ക്ക്. ഇത്തരത്തിലുള്ളൊരു ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കുന്ന വിജയുടെ ആ പവർ മറ്റൊരു നടനും കിട്ടിയിട്ടില്ല എന്നത്, ദളപതിയുടെ ആ പവർ മറ്റൊരു നടനും എത്താൻ പറ്റിയിട്ടില്ല എന്നത് സത്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തെലുങ്കിനെക്കാട്ടും തമിഴ് മക്കളെ എല്ലാവരും ഒരു മക്കൾ സ്റ്റൈലിൽ അവരുടെ പാസം വെച്ച് അവരെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പബ്ലിക് ഡേയിൽ നമുക്ക് മോസ്റ്റ് ഒരു സിനിമയാണ് നമ്മൾ നിങ്ങളിലേക്കും. ഈ ഒരു സിനിമ തിയേറ്ററിലെത്തിയാൽ അതിൻ്റെ ഓളം എത്ര വലുതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സിനിമ എന്നത് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറമോ ഇപ്പുറമോ ഒരു ചാഞ്ചാട്ടം വന്നാൽ ആ സിനിമക്ക് വാല്യൂ നഷ്ടപ്പെടും. കാണുന്ന കാണികൾക്ക് അത് കാണണമെന്നൊരു ചിന്ത ഇല്ലാതാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സിനിമ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കണം കാഴ്ചക്കാർക്ക്. ഇത് സൃഷ്ടിക്കുന്നവനല്ല ഇതിൻ്റെ രുചി അറിയുന്നത്. സിനിമ കാണുന്നവൻ്റെ കാഴ്ചയിലാണ് അത് ഭംഗി കൂട്ടേണ്ടത്. അത് യാഥാർത്ഥ്യമാണെന്നത് ഇനിയും സിനിമ ഇൻഡസ്ട്രി മനസ്സിലാക്കുക എന്നത് ഒരു പൂർണ്ണമായ ഒരു അറിയിപ്പാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിൽ എല്ലാ സിനിമക്കും അതിൻ്റെതായ ഇൻഡസ്ട്രി വാല്യൂ ഉണ്ടാവണം. മാർക്കറ്റിൽ ബിസിനസ് തന്ത്രം ഉയർന്നാലേ അത് നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്ന കഥക്ക്, സ്ക്രിപ്റ്റിന് നിലപാടുള്ള കഥയായി മാറും. വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലും കുത്തിക്കയറ്റി
സീൻ ഉണ്ടാക്കി അത് ജനങ്ങളെ വിസ്മയിപ്പിക്കുന്നതിനോടൊപ്പം അത് വലിയൊരു പരാജയമാകാതെ സിനിമ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ജനനായകൻ എന്ന ഈ സിനിമയിൽ കൂടുതൽ പ്രതീക്ഷയൊന്നും ആരും ഇൻക്ലൂഡഡായി നിൽക്കുന്നില്ല. കാരണം അത്ര വലിയ പ്രതീക്ഷയൊന്നും ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ എന്തുകൊണ്ടാലും വിജയ് എന്ന സിനിമയെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നത് നിങ്ങൾ കാണേണ്ട ഒരു സിനിമയാണ്. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടതാണ്, കേട്ടുകൊണ്ടിരിക്കേണ്ടതാണ്. അതാണ് റിയാലിറ്റി എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കുക. സിനിമ കാണണമെന്നത് അത് OTTയിൽ വന്നാലും തിയേറ്ററിൽ വന്നാലും സിനിമ കാണുക എന്ന നിർദ്ദേശം മാത്രമേ ഞങ്ങൾക്ക് നൽകാവൂ. ഇന്ന സ്ഥലത്ത് പോയി കാണണം, ഇന്ന രീതിയിൽ കാണണം എന്നൊന്നും നമ്മുടെ ചാനൽ പറയാറില്ല. കാരണം സിനിമ കണ്ട അഭിപ്രായം പറയുക, അതെവിടെ നിന്നായാലും സിനിമ കാണണമെന്നേ ഉള്ളൂ. നിർബന്ധമൊന്നും ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു സോഷ്യൽ വർക്ക്സിന് ആവശ്യമുള്ള കാര്യമല്ല. പബ്ലിക് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന പോലെ തന്നെയാണ് ഏത് വ്യക്തിയുടെയും കാര്യത്തിൽ. അത് പബ്ലിക്കിനോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടല്ലേ സിനിമ കാണാൻ പോയത് എന്നൊരു വിശേഷവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ, ഒരു മൈൻഡിനെ പിടിച്ചു നിർത്താനുള്ള ഒരു മണിക്കൂർ, ഇത്ര മണിക്കൂർ നിങ്ങൾക്ക് സിനിമ കാണാൻ സമയമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളെ, നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന സിനിമകളെ നിങ്ങൾക്ക് ചീത്തയാണോ മോശമാണോ എന്ന് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അവരവരുടെ ആരാധകരുടെ സിനിമ പോയി കാണും. എന്നിട്ട് നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലെടുക്കാം. ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിൽ അത് ആ കാണുന്ന സ്ഥലത്ത് തന്നെ ആ മെസ്സേജ് ഉപേക്ഷിച്ചേക്കണം. അതാണ് റിയൽ വാല്യൂ സിനിമയ്ക്ക് കൊടുക്കേണ്ടത്. അത്ര മാത്രമേ നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമ, ജനനായകൻ എന്ന സിനിമ ഈ റിപ്പബ്ലിക് ഡേയിൽ ഫസ്റ്റ് പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ്. അതിൻ്റെ വൈബ് വേറെ തന്നെയായിരിക്കില്ലേ? അപ്പോൾ ജനകാണികൾക്ക്, പ്രേക്ഷകർക്ക് ഇതൊരു ഗിഫ്റ്റായിട്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിലൂടെ തരികയാണ്. അപ്പോൾ ഈ ഒരു സിനിമ എങ്ങനെയുണ്ടാവും, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങളുടെ കമൻസിൽ, നിങ്ങളുടെ പ്രതീക്ഷ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ സിനിമയുടെ പോസ്റ്റർ എല്ലാവരും കണ്ടു കാണുമെന്നറിയാം. എന്നാലും ഞാനും എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുകയാണ്. നിങ്ങളും കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബൈ ഫോർ